ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് ഉറക്കം എണീറ്റത്. കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ പുറത്തിങ്ങനെ വന്ന് നിൽക്കും. എന്നതിന് ശേഷം ഞാൻ അകത്ത് പോയി രാവിലെ നമുക്കിന്ന് എന്താ ഫുഡെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഇഡലി ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തി ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആവുമെന്ന് കരുതി, എന്നിട്ടൊരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് ഞാൻ ആസിഫ് ഇറങ്ങി നടന്നു. നമുക്കിവിടെ ഒരുപാട് മലയാളി കടകളുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെയാണെന്ന് തോന്നിപ്പോവും, അതുപോലെയാണ് ഇവിടെ. അങ്ങനെ വന്ന് ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും കുടിച്ചിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ പുറത്തെ കണ്ണാടിപ്പെട്ടിയിൽ അത്യാവശ്യം സ്നാക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കി ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് സഹിച്ചില്ല, എടുത്ത് 2 ഉള്ളിവട. അങ്ങനെ ഉള്ളിവടയും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിവടയും കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി നടന്നു. ഞാൻ റൂമിലേക്ക് എത്തി. റൂമിൽ വന്നപ്പോഴാണ് ഇവിടെ റാം കെയർ ഓഫ് ആനന്ദി ബുക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഞാൻ ഒരുപാട് നാളായിട്ട് വായിക്കണമെന്ന് കരുതുന്നു. ബുക്ക് കിട്ടാഞ്ഞതുകൊണ്ടും പിന്നീട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും അങ്ങോട്ട് സമയം കിട്ടില്ല, വായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതും വായിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഇവിടെ ബിരിയാണിയാണ്. എല്ലാ സൺഡേയിലും നമുക്ക് ബിരിയാണി തന്നെയാണ്. അങ്ങനെ പിന്നെ ബിരിയാണിയും കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കയറി കിടന്ന് ഉറങ്ങി. അങ്ങനെ പിന്നെ എണീറ്റ് വന്നിട്ട് ഇവിടെ ടെറസിൻ്റെ മുകളിലിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 6:30-7 മണിയായി കാണുമായിരിക്കും. ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ തെളിഞ്ഞ് വീഴുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതും കണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ആസിഫ് വിളിച്ചിട്ട് വാടാ നമുക്കൊരു ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനാണ് ആസിഫ്. എന്തിനാണോ എന്തോ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ പലഹാരങ്ങൾ നോക്കിയില്ല. നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഒരു ചായയും പഴംപൊരിയും. അങ്ങനെ അതും കഴിച്ച് ചായയും കുടിച്ച് ഇങ്ങനെ വാങ്ങി നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. ഞങ്ങൾ മിക്ക ഞായറാഴ്ചകളും ഇങ്ങനെ ഒരു ഈവനിങ് വാക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ച് റൂമിൽ പോയിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നടന്ന സമയത്താണ് ഇവിടെ നമുക്ക് ബാംഗ്ലൂർ ഒരുപാട് പാർക്കുകളുണ്ട്. വെറുതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാനും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വാക്കിങ്ങിനും ഈവനിങ് ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാ പാർക്കിലും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് കഴിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്നാവാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ മലയാളി ഹോട്ടൽസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു മലയാളി ഹോട്ടലിലേക്ക് തന്നെ വന്നു. അവിടെ വന്ന് നമ്മൾ ട്രഡീഷണലായിട്ടും തന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി. അങ്ങനെ അതും കഴിച്ച് ഒരു കട്ടനും താങ്ങിയതിന് ശേഷം പിന്നീട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ലിഫ്റ്റ് വന്നു, തിരിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ നടന്നതിൻ്റെ ക്ഷീണവും ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ടൊന്ന് കിടക്കാൻ കരുതിയപ്പോഴത്തേക്ക് ആസിഫ് പറഞ്ഞു വാ നമുക്ക് തുണി കഴുകാനുണ്ടെന്ന്. അങ്ങനെ പിന്നെ പൊടിയും പൊക്കി പിടിച്ച് ഞാൻ വന്ന് ഇവിടെ മെഷീൻ കിട്ടാൻ തന്നെ എന്തോ ഭാഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തിരക്കിലായിരിക്കും. അങ്ങനെ പിന്നെ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കണ്ടു വെച്ചിരുന്നൊരു പടം ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ബാക്കി ഇരുന്ന് കണ്ടു. അങ്ങനെ കണ്ട് സമയം കളഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ കാണാം.